പെരുമ്പാവൂരിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി. രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. സ്ത്രീകളുടെയും സീനിയർ സിറ്റിസൺസിന്റെയും ഉയർന്ന സാന്നിധ്യം ഇക്കുറി വോട്ടെടുപ്പിൽ അനുഭവപ്പെട്ടു. 16ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടപടികൾ പെരുമ്പാവൂരിൽ പൂർത്തിയായി. രാവിലെ മുതൽ കനത്ത പോളിംഗ് ആയിരുന്നു എല്ലാ ബൂത്തുകളിലും. സ്ത്രീകളുടെയും സീനിയർ സിറ്റിസൺസിന്റെയും ഉയർന്ന സാന്നിധ്യം ഈ ഇലക്ഷനിൽ ഉണ്ടായി. പെരുമ്പാവൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 202 ബൂത്തുകളുടെ ക്രമീകരണങ്ങൾ, പിങ്ക്, മാതൃകാ ബൂത്തുകൾ എന്നിവയെല്ലാം വോട്ടർമാർക്ക് കൗതുകമായി. ഉച്ചയ്ക്ക് 1:30 മണി വരെ 50%-ലധികം പോളിംഗ് ഉണ്ടായിരുന്നു. വോട്ടിംഗ് സുഗമമായി മുന്നോട്ട് പോയെന്ന് പെരുമ്പാവൂർ മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ ജോ ജോസഫ് മീഡിയ സിറ്റിയോട് പറഞ്ഞു. 2026 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറാണ് ഞാൻ. ഈ മണ്ഡലത്തിൽ 202 ബൂത്തുകളാണുള്ളത്. വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഇവിടെ നമുക്ക് 202 ബൂത്തുകളിൽ 5 പോളിംഗ് ബൂത്തുകൾ മോഡൽ ബൂത്തുകളായിട്ടും ഒരെണ്ണം വനിതാ ഉദ്യോഗസ്ഥർ മാത്രം മാനേജ് ചെയ്യുന്ന പോളിംഗ് ബൂത്തുമുണ്ട്. നമ്മളെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള വോട്ടേഴ്സിന് സുഗമമായിട്ടും നിഷ്പക്ഷമായിട്ടും സുതാര്യമായിട്ടും ഇലക്ഷൻ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊങ്ങഞ്ചോട് എന്ന് പറയുന്ന ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊരു ഷാഡോ ബൂത്ത് എന്ന് പറയാം. അവിടെയും ഏതാണ്ട് നല്ല പോളിംഗാണ് പ്രാഥമികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 50%-ന് മുകളിലായിട്ടുണ്ട്. 260-ന് മുകളിലാണ് വോട്ടർമാരുള്ള, വളരെ കുറച്ച് വോട്ടർമാരുള്ളൊരു ബൂത്താണ്. എന്നാൽ പോലും അവിടെ നല്ല സജീവമായിട്ടാണ് വോട്ടർമാർ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. തിരികെ എത്തുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ രാത്രി തന്നെ കൗണ്ടിംഗ് സ്റ്റേഷനായ ആലുവ UC കോളേജിലേക്ക് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നമ്മൾ വൈകുന്നേരത്തോടെ വോട്ടിങ്ങിന് ശേഷം ഇവിടെ വോട്ടിംഗ് മെഷീനിൽ കൊണ്ടുവരികയും അതിനുശേഷം നമ്മളുടെ കൗണ്ടിംഗ് സെൻറ്റർ സ്ട്രോങ് റൂമായ ആലുവ UC കോളേജിലേക്ക് നമ്മൾ രാത്രി തന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അവിടെ വെച്ചാണ് കൗണ്ടിങ് നടത്തപ്പെടുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് വോട്ടിംഗ് മെഷീനുകൾ നമ്മൾ ആലുവ UC കോളേജിലേക്ക് മാറ്റുന്നതും അതിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.